സ്പെയിനിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധ എവുലാലിയയുടെ ജനനം. ക്രിസ്തുമത വിദ്യാഭ്യാസമായിരുന്നു അവൾക്ക് ലഭിച്ചത്. ദൈവഭക്തി, കരുണ തുടങ്ങിയ സദ്ഗുണങ്ങളെക്കുറിച്ചെല്ലാം അവൾ പഠിച്ചു. ചെറുപ്പം മുതലേ തന്നെ ഭക്തിയും എളിമയും കരുണയും നിറഞ്ഞ ഒരു മനോഭാവമായിരുന്നു അവൾക്ക്. കന്യാകാത്വം എന്ന വിശുദ്ധിയോട് അവൾക്ക് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. അവളുടെ ഗൗരവം നിറഞ്ഞ സ്വഭാവവും ആഡംബര വസ്ത്രങ്ങളുള്ള വെറുപ്പും ലൗകിക സുഖങ്ങളോടും കൂട്ടുകാരിൽ നിന്നുള്ള അകൽച്ചയും വഴി അവൾ തന്റെ ചെറുപ്പത്തിൽ തന്നെ ഭൂമിയിൽ സ്വർഗജീവിതം നയിക്കുന്നതിനുള്ള സൂചനകൾ നൽകി. അവൾക്ക് 12 വയസ്സുള്ളപ്പോഴാണ് പ്രായമോ ലിംഗവ്യത്യാസമോ തൊഴിലോ കണക്കിലെടുക്കാതെ സകലരും തന്റെ സാമ്രാജ്യത്തിലെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കണമെന്ന് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഉത്തരവിറക്കിയത്. ചെറുപ്പം മുതൽ തന്നെ വിശുദ്ധ ഈ ഉത്തരവ് ഒരു യുദ്ധത്തിന്റെ തുടക്കമെന്ന നിലയിൽ കണക്കാക്കി. പക്ഷേ അവളുടെ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം മനസ്സിലാക്കിയ അവളുടെ അമ്മ അവളെ വേറെ രാജ്യത്തിലേക്ക് മാറ്റി. അതേ ദിവസം രാവിലെ തന്നെ ന്യായാലയം കൂടിയപ്പോൾ അവൾ ഡാസിയൻ എന്ന ക്രൂരനായ ന്യായാധിപന് മുൻപിൽ ഹാജരാവുകയും യാതൊരു ബഹുമാനവും ഭയവും കൂടാതെ ഏക ദൈവത്തെ ഉപേക്ഷിക്കുവാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നതിനെതിരെ ആക്ഷേപമുയർത്തുകയും ചെയ്തു. ഗവർണർ അവളെ പിടികൂടുവാൻ ഉത്തരവിട്ടു. ആദ്യം അവളെ പറഞ്ഞ് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർ അതിൽ പരാജയപ്പെട്ടു. കുപിതയായ വിശുദ്ധ ന്യായാധിപന്റെ പ്രതിമ വലിച്ചെറിയുകയും ബലിവസ്തുക്കൾ ചവിട്ടിയരയ്ക്കുകയും ചെയ്തു. അവളുടെ ഇളം ശരീര മാംസങ്ങൾ കൊളുത്തുകൾ ഉപയോഗിച്ച് പിച്ചു ചീന്തി എല്ലുകൾ മാത്രം അവശേഷിക്കുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവൾ ഇതെല്ലാം യേശുവിന്റെ വിജയകിരീടങ്ങളാണെന്ന് വിളിച്ചു പറയുകയായിരുന്നു. അടുത്തതായി കത്തിച്ച പന്തങ്ങൾ ഉപയോഗിച്ച് അവർ അവളുടെ മാറിടങ്ങൾ ശരീരത്തിന്റെ ഇരുവശങ്ങളും പൊള്ളിച്ചു. ഈ പീഡനങ്ങൾക്കിടയിലും അവൾ ഞെരുങ്ങുകയോ മൂളുകയോ ചെയ്യുന്നതിന് പകരം നന്ദി പറയലല്ലാതെ ഒന്നും തന്നെ അവളുടെ വായിൽ നിന്നും കേട്ടില്ല. ക്രമേണ അഗ്നി അവളുടെ മുടി കാർന്നു തിന്നു. തുടർന്ന് തീനാളങ്ങൾ പുകയും നിമിത്തം അവളുടെ മുഖമോ തലയോ കാണാൻ പറ്റാതായി. ചരിത്രമനുസരിച്ച് ഒരു വെള്ളപ്രാവ് അവളുടെ വായിൽ നിന്ന് പുറത്തു വന്നു. വിശുദ്ധ മരിച്ചപ്പോൾ ചിറകുകൾ വീശി മുകളിലേക്ക് പറക്കുകയും ചെയ്തു. അത്ഭുതവാഹിയായ ഈ കാഴ്ച കണ്ട് ശിക്ഷകർ ഭയചകിതരായി വിശുദ്ധയുടെ ശരീരം ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഈ വിശുദ്ധയുടെ തിരുശേഷിപ്പുകൾ വളരെ ആദരപൂർവ്വം ഒവിഡോ എന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഈ വിശുദ്ധയെ ഒവിഡോയുടെ മധ്യസ്ഥ വിശുദ്ധിയായി കണക്കാക്കുന്നു. റോമൻ രക്തസാക്ഷിക പട്ടികയിൽ ഈ വിശുദ്ധയുടെ നാമം ഡിസംബർ 10 പരാമർശിക്കുന്നത്.